നിതേഷ് തിവാരിയുടെ സംവിധാനത്തിൽ രൺബീർ കപൂർ നായകനാകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം രാമായണത്തിന്റെ വിശേഷങ്ങൾ സിനിമാ ലോകത്ത് വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. 2026 ഏപ്രിൽ 2-ന് ഹനുമാൻ ജയന്തി ദിനത്തിൽ ചിത്രത്തിലെ ശ്രീരാമന്റെ ഔദ്യോഗിക ടീസർ പുറത്തിറങ്ങാനിരിക്കെ അമേരിക്കയിലെ ബർബാങ്കിൽ നടന്ന പ്രിവ്യൂ ഷോയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. ഐമാക്സ് സ്ക്രീനിൽ നടന്ന ഈ പ്രദർശനത്തിൽ പങ്കെടുത്ത ഒരു ആരാധക തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ പങ്കുവച്ച വികാരനിർഭരമായ അനുഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. നിർമ്മാതാവ് നമിത് മൽഹോത്രയുടെ ദീർഘവീക്ഷണവും നിതേഷ് തിവാരിയുടെ ആവിഷ്കാരവും ഒത്തുചേരുമ്പോൾ ചിത്രം ഒരു അപൂർവ ദൃശ്യാനുഭവമായിരിക്കുമെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ടീസറിലെ ഒരു പ്രത്യേക രംഗത്തെക്കുറിച്ച് അവർ വാചാലയാകുന്നുണ്ട്. ശ്രീരാമൻ ഒരു തോണിയിലിരിക്കുമ്പോൾ ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ പേര് വിളിക്കുന്നതും ആ വിളി കേട്ട് അദ്ദേഹം പതുക്കെ തിരിഞ്ഞു നോക്കുന്നതുമായ ദൃശ്യം തന്നെ അത്യന്തം വികാരാധീനയാക്കിയെന്ന് അവർ കുറിച്ചു. ആ നിമിഷത്തിലെ ശബ്ദവിന്യാസവും വികാരവും മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചുവെന്നും ഒരു നിമിഷം തന്റെ കണ്ണുകൾ നിറഞ്ഞുപോയെന്നും അവർ വിവരിക്കുന്നു. പ്രിവ്യൂവിന് ശേഷം നടന്ന ചോദ്യോത്തരവേളയിൽ രൺബീർ കപൂർ ജയ് ശ്രീറാം എന്ന് അഭിവാദ്യം ചെയ്തതും ആരാധകർക്കിടയിൽ വലിയ ആവേശം പടർത്തി. മര്യാദ പുരുഷോത്തമൻ എന്ന സങ്കല്പത്തെ ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ താരം സന്തോഷം പ്രകടിപ്പിച്ചു. രൺബീർ കപൂറിനൊപ്പം സായി പല്ലവി സീതയായും സണ്ണി ഡിയോൾ ഹനുമാനായും രവി ദുബെ ലക്ഷ്മണനായും പ്രധാന വേഷങ്ങളിലെത്തുന്നു. കന്നഡ താരം യഷാണ് രാവണനെ അവതരിപ്പിക്കുന്നത്. AR റഹ്മാനും ഹാൻ സിമ്മറും ചേർന്നൊരുക്കുന്ന സംഗീതം ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണമാണ്. 2 ഭാഗങ്ങളിലായി പുറത്തിറങ്ങുന്ന ഈ ഇതിഹാസ കാവ്യത്തിന്റെ 1-ാം ഭാഗം ഈ വർഷം ദീപാവലിക്ക് തിയേറ്ററുകളിലെത്തും. 2-ാം ഭാഗം 2027 ദീപാവലിക്കാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന ക്യാരക്ടർ ടീസർ ശ്രീരാമനെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം മറ്റു പ്രധാന താരങ്ങളുടെ ചെറിയ മിന്നലാട്ടങ്ങളും ഉൾക്കൊള്ളിച്ചേക്കുമെന്നാണ് സിനിമാ വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന.